നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരപേക്ഷയുണ്ട്. ജപ്തി ചെയ്യുമ്പോഴേ ഒരാറടി മണ്ണ് ബാക്കി വെക്കാൻ പറ്റുമെന്ന് അവരോടൊന്ന് ചോദിച്ചേക്കണം. ഹലോ ഹലോ, എന്താ ദാസ ഇത്? റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് ജപ്തി നോട്ടീസ് തന്നു. അത് കാര്യമാക്കണ്ട. അത് അവരുടെ ജോലി അവർ ഉത്തരവാദിത്തോട് ചെയ്യുന്നതല്ലേ. അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു? എന്ത്? 15 ദിവസം തന്നിട്ടുണ്ടല്ലോ. അതിനുള്ളിൽ ആ പറഞ്ഞ പണം അടച്ചാൽ മതി. അതോടെ ആ പ്രശ്നം സോൾവ് ആയി. എന്താ ദാസ ഈ പറയുന്നത്? 15 കോടി അടയ്ക്കാനോ? അതും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളില്? 15 കോടിയൊക്കെ സത്യാമ്മയ്ക്ക് വലിയൊരു തുകയാണോ? അത് എങ്ങനെയെങ്കിലും ഒന്ന് അടയ്ക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ വീടും പറമ്പും കൈവിട്ട് പോയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സത്യാമ്മയ്ക്ക് അറിയാലോ, ആ വീടിനോടും അവിടെയുള്ളവരോടും എനിക്ക് പ്രത്യേകിച്ചൊരു അറ്റാച്ച്മെന്റ് ഉള്ളതാ. പിന്നെ അവിടുന്ന് കഴിച്ച ചോറിന്റെയും കറിയുടെയും രുചി നാവിന്റെ തുമ്പിൽ ഇപ്പോഴും ഉള്ളതുകൊണ്ട് പറയുക. ഏതെങ്കിലും ഒരു രീതിയിൽ അടച്ച് ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കൂ. എന്താ ദാസ ഇത്? ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിങ്ങളൊന്ന് ഒഴിവാകുക അല്ലേ? ദാസേ, ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മറ്റെന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് പറ. സത്യാമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സത്യം പറഞ്ഞ ഈ മരമുറി കേസ് വലിയ പ്രശ്നമായിരിക്കുക. അതുകൊണ്ട് എന്റെ പേര് പരമാവധി ഇതിലേക്ക് വലിച്ചെടുക്കരുത് പ്ലീസ്. വേണമെങ്കിൽ ഉപേന്ദ്രനെ ഇതിനു മുന്നിൽ നിർത്താലോ. അയാൾക്ക് നഷ്ടപ്പെടാൻ മന്ത്രിസ്ഥാനമൊന്നുമില്ലല്ലോ. ദാസേ, ഒരു വോട്ട് കൊണ്ടോ ഒരു ഇലക്ഷൻ കൊണ്ടോ തീരുന്നതല്ല കേരള രാഷ്ട്രീയം. എന്നെ ചതിച്ച അതിന്റെ ഭവിഷ്യത്തെ താൻ അനുഭവിക്കും. ഇതാ ഇപ്പൊ നന്നായത്. അപ്പോഴേക്കും സത്യാമ്മ ശവിച്ചും തുടങ്ങി. എന്തായാലും ഞാനത് വരവ് വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഫോണും വയ്ക്കുന്നു. ഇവിടെ ഒരു അല്പം തിരക്കുണ്ട്. പിന്നെ കാട് പതിച്ചു കൊടുത്തപ്പോ കാടിളക്കി വെടിവെക്കാൻ വരിക. എങ്ങനെയാ ഇതുങ്ങൾക്കൊക്കെ ഒരു ഉപകാരം ചെയ്യുക? പാവം, ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം വലിയ കഷ്ടമാകട്ടോ. അയാളും കൈയൊഴിഞ്ഞു അല്ലേ? ഒഴിയും. സ്വന്തം തള്ള മരിച്ചു കിടന്നപ്പോ റീത്ത് വയ്ക്കാൻ വന്നവനോട് വോട്ട് ചോദിച്ചവനെ എന്ത് ഹൃദയബന്ധം ഇരിക്കുന്നു ഭാമേ. നീയേ അവരെയൊക്കെ വിശ്വസിച്ചേ എന്റെ ചങ്ക തകർത്തു വച്ചിരിക്കുന്നതേ. ഇനി എന്താ വഴി? വിളിക്ക്, അടുത്ത ആളെ വിളിക്ക്. എവിടെ? നിനക്ക് കോടിയുള്ള സ്വത്തെ അക്കൗണ്ടിലേക്ക് ഇട്ടിടാന്ന് പറഞ്ഞ ഉപേന്ദ്രൻ. വിളിക്ക്. അത് അവനെടുക്കുന്നില്ല. അതാ എടുക്കില്ല. ഇങ്ങനൊരു പ്രതിസന്ധി നിനക്ക് വരുമെന്നേ അവനറിയാമായിരിക്കും. കാരണം ബുദ്ധിയുള്ളവനെ ഒരു മുഴ മുമ്പേ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. എന്താ ഇനിയിപ്പോ ചെയ്യാ? ഒന്നും രണ്ടും അല്ല, 15 കോടിയെ ബാധ്യത വന്നിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഭാമേ. അപ്പോ നിനക്ക് നിന്നിലുള്ള അമിത വിശ്വാസം, അതിന്റെ മേലുള്ള അഹങ്കാരം, പിന്നെ എന്തിനേയും അടക്കി ഭരിക്കണമെന്നുള്ള നിന്റെ മൂഢസ്വപ്നത്തിലെ ജീവിതം, ഇതെല്ലാമാ നിന്നെ തകർത്തത്. ഒന്നിച്ച് താമസിച്ച സ്വപ്നങ്ങൾ നെയ്ത വീടിന്റെ അടിത്തറയളവിൽ നിൽക്കുമ്പോഴും
നിനക്ക് നിന്റെ ധാർഷ്ട്യം മാറ്റാൻ പറ്റുന്നില്ലെന്ന് ഓർത്തേ ഞാൻ ലജ്ജിക്കാ ഭാമേ. ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്നെ വിവാഹം കഴിച്ചതോർത്ത് ഇന്നാദ്യമായിട്ട് ഞാൻ വേദനിക്കുക. നിന്നെ വെറുപ്പായി പോയി ഭാമ. എനിക്ക് രാഘവേട്ട, പറഞ്ഞു പോവാ. ഒരുപക്ഷെ ഇനി എനിക്കിവിടെ ഇത് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് തോന്നലും. അതാ എന്റെ മൺമറഞ്ഞു പോയ കാരണവന്മാരെയൊക്കെ സാക്ഷി നിർത്തി ഞാനിതൊക്കെ ഇപ്പൊ പറയുന്നതേ. അല്ല, അവർ വിചാരിക്കരുതല്ലോ രാഘവന്റെ പിടിപ്പ് കൂടെ ഉണ്ടാ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന്. രാഘവേട്ട, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു പോയി. ഇനി ഈ ചതിയിൽ നിന്ന് എങ്ങനെ കരകയറാന്നാ ചിന്തിക്കേണ്ടത്. രാഘവേട്ട, അതിന് രാഘവേട്ടന്റെ സപ്പോർട്ട് എനിക്കിപ്പോ വേണ്ടത്. രാഘവേട്ട, തകർന്നു നിൽക്കുന്ന എനിക്കൊരു ആശ്വാസം. ആമേ, ഞാൻ തന്നെ നിൽക്കുന്നതാ ഈ ഒരു വടിയുടെ ബലത്തിലാ. ഞാനിനി നിനക്ക് എന്ത് സപ്പോർട്ടാ തരിക? ഇവിടെ ഇപ്പൊ സംഭവിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കു തന്നെ. ഇവിടെ ഇനി എന്തൊക്കെ വരാൻ പോകുന്നുവോ അതിന്റെ എല്ലാ കാരണങ്ങൾക്കും നീ ഒരൊറ്റ ഒരാൾ തന്നെ കാരണക്കാരി. പിന്നെ കൂട്ടിച്ചേർത്തെടുക്കാനുള്ളതേ 1 2 അല്ല, 15 കോടിയാ. 15 കോടി. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു തുക തന്നെയാ ഇപ്പോ. ആ തുകയ്ക്ക് മുമ്പില് പകച്ചു നിൽക്കുക പകുതി വയ്യാത്ത ഞാനും ജീവിച്ചിരിക്കുന്ന ജഡമായി നീയും. ഇനി എന്താന്ന് വെച്ചാ നീ തീരുമാനിക്കൂ. ഒരപേക്ഷയുണ്ട്. ചെത്തി ചെയ്യുമ്പോഴേ ഒരാറടി മണ്ണ് ബാക്കി വെക്കാൻ പറ്റുമെന്ന് അവരോടൊന്ന് ചോദിച്ചേക്കണം. പക്ഷെ തരില്ലെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അധ്വാനിച്ച സ്വപ്നങ്ങൾ തീർത്ത മുറ്റത്തെ അന്ത്യവിശ്രമം കൊള്ളണമെന്നൊരാശയുണ്ട്. കഴിയുമെങ്കിൽ ശ്രമിക്കുക. എന്റെ ആത്മാവെങ്കിലും നിന്നെ ശപിക്കാതിരിക്കട്ടെ. ശപിക്കാതിരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.